നമസ്കാരം. ടോക്കിലേക്ക് സ്വാഗതം. ഈ ഇത്തവണ നമ്മുടെ കൂടെ ഉള്ളത് കവിയും പരിസ്ഥിതി പ്രവർത്തകനും സംവിധായകനുമായിട്ടുള്ള രാജേഷ് നന്ദിയംകോടാണ്. ഈ ഒരു പരിപാടിയുടെ നമ്മൾ ഇത്തരം ഇന്റർവ്യൂവിന്റെ ഒരു ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമൂഹത്തിലെ അതാത് മേഖലകളിൽ അവരുടേതായിട്ടുള്ള കയ്യൊപ്പ് പതിപ്പിച്ച പല മനുഷ്യരുണ്ട്, വ്യത്യസ്തതകളുണ്ട്. എന്നാൽ മറ്റു പല കാരണങ്ങൾ കൊണ്ടും മുഖ്യധാര മാധ്യമങ്ങളുടെ ശ്രദ്ധ കിട്ടാതെ പോവുകയും എന്നാൽ വളരെ നല്ല രീതിയിൽ വളരെ മികച്ച ഇപ്പൊ എഴുത്തായാലും അല്ലെങ്കിൽ അവരുടെ മറ്റുള്ള സൃഷ്ടികളായാലും അത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്, ശ്രദ്ധിക്കപ്പെടേണ്ടതാണെന്ന് പൊതുവെ തോന്നിയ കുറെ ആളുകൾ. അപ്പൊ അത്തരം ആളുകളെ സമൂഹത്തിന്റെ മുന്നിൽ എത്തിക്കുക. ഇപ്പൊ ഈ ഒരു ഇന്റർവ്യൂ ഉണ്ടായിട്ടല്ല രാജേഷ് നന്ദിയംകോട് സമൂഹത്തിന്റെ മുന്നിൽ എത്തിയിട്ടില്ല, എന്നാൽ ഒന്നും കൂടി അവരെ പരിചയപ്പെടുത്തുക, അവരുടെ ചിന്തകളും അതുപോലെ എഴുത്തുകളൊക്കെ സമൂഹത്തിന്റെ മുന്നിൽ ചർച്ചയാക്കുക എന്നുള്ളതൊക്കെയാണ് നമ്മുടെ ഈ ഒരു പരിപാടിയുടെ ഉദ്ദേശം. ഇപ്പോ രാജേഷ് നന്ദിയംകോടിനെ കുറിച്ചിട്ട് പിന്നെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അത്യാവശ്യം അഞ്ചോ ആറോ കവിതാ സമാഹാരങ്ങൾ മമ്പണി പോലുള്ള കവിതാ സമാഹാരങ്ങൾ വന്നിട്ടുണ്ട്, ഒരു നോവൽ വന്നിട്ടുണ്ട്, പിന്നെ ഇപ്പൊ അടുത്ത് ഇടപെടലും പൂഴിക്കാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓർമ്മ വന്നിട്ടുണ്ട്. പിന്നെ കുറെ ആളുകൾ കണ്ടിട്ടുള്ള ജയശ്രീ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നല്ല കുറെ അത്യാവശ്യം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിം വന്നിട്ടുണ്ട്. അതിനേക്കാളൊക്കെ ഏറെ ആയിട്ട് പിന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സംഗതിയാണ് ഈ വിത്ത് യാത്രയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനം. അപ്പൊ ഇങ്ങനെ എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ്. എനിക്ക് ചോദിക്കാനുള്ളത്, സത്യത്തിൽ ആരാണ് രാജേഷ് നന്ദിയംകോട്? ഈ ആ ചോദ്യം ഓൾറെഡി ഞാൻ നിരന്തരം എന്നോട് തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. പല വിവിധ മേഖലകളിൽ നമ്മൾ അതത് സമയത്ത് പ്രവർത്തിക്കുകയും ആ പ്രവർത്തനങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ അടയാളപ്പെടുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിനൊക്കെ അപ്പുറം ഒരു കവി ആയിരിക്കാനും എഴുത്തിന്റെ ഭാഗമാവാനും ഒരു കവിയായിട്ട് അറിയപ്പെടാനും കവിതയിൽ നിൽക്കാനും ആഗ്രഹിക്കുന്ന ഒരാളാണ്. എൻ്റെ ഈ സിനിമയാണെങ്കിലും നോവലാണെങ്കിലും കവിതയാണെങ്കിലും ഈ പരിസ്ഥിതി പ്രവർത്തനമാണെങ്കിലും എല്ലാം കവിതയുടെ വിവിധ കൈവഴികളായിട്ട് തന്നെ നോക്കിക്കാണാനും അതിന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ കവി എന്ന നിലയിലാണ് എൻ്റെ ഒരു ഏറ്റവും നമുക്ക് നമ്മുടെ മാധ്യമമായിട്ട് ഒരു കവിയായിട്ട് നിൽക്കാൻ തന്നെയാണ് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത്. ഇപ്പം ഈ കവി എന്ന് പറയുമ്പോൾ നമ്മള് എഴുതി തുടങ്ങുന്ന ഒരു കാലഘട്ടം ഉണ്ടാവും. അപ്പോ നമ്മുടെ മുന്നിൽ എന്ത് എഴുതണം എന്നുള്ളതൊക്കെ, നമുക്ക് കവിത എഴുതണോ കഥ എഴുതണോ, എന്താണ് എന്റെ മേഖല, അങ്ങനെയൊക്കെ ഒരു തിരിച്ചറിവ് ഉണ്ടാവുന്നത് ഏത് കാലം മുതലാണ്? അങ്ങനെ കവിതയിലേക്ക് തന്നെ തിരിയാൻ എന്തെങ്കിലും കാരണമുണ്ടോ? അതിന് പ്രചോദനമായിട്ടുള്ള എന്താണ്? അങ്ങനെ ഈ നമ്മള് ഒരുവിധം എല്ലാ എഴുത്തുകാരും മിക്കവാറും കുട്ടിക്കാലം മുതലേ എഴുത്തുകാരായിട്ടും അങ്ങനെയാണല്ലോ വരിക. കവിത പഠിച്ചിട്ടും കവിത വായിച്ചിട്ടും ഒക്കെയാണ് അത്രമാത്രം ആ രീതിയിലാണ് എഴുത്തുകാരുണ്ടായി വരുന്നത്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സാഹചര്യങ്ങളൊന്നും എൻ്റെ ജീവിതത്തിൽ ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടൊന്നുമില്ല. നമ്മൾ ഒരു പത്താം ക്ലാസ് വരെ പഠിക്കുന്ന കാലത്തും നമ്മൾ അങ്ങനെ കവിത എഴുതിയിരുന്നതെന്ന് വെച്ചാൽ നമ്മൾ വായിച്ചിരുന്നത് തന്നെ പൈങ്കിളി വാരികകളൊക്കെയാണ്. നമ്മളെ വായനയിലേക്ക് കൈപിടിച്ച് കൂടെ കൂട്ടിയത് മംഗളം മനോരമ പോലത്തെ വാരികകളൊക്കെയാണ്. മറ്റേ സീരിയസ് പുസ്തകങ്ങൾ വായിക്കാനുള്ള സാഹചര്യങ്ങളില്ല. അത് അന്നത്തെ കാലത്ത് സ്കൂളുകളിൽ അങ്ങനെ വായനശാല അതൊക്കെ നിഷ്ക്രിയാണ്. ഇനി അധ്യാപകർ പോലും അതിനെക്കുറിച്ച് പറയുകയില്ല. അപ്പൊ നമുക്ക് വീട്ടിൽ വരുന്ന പൈങ്കിളി വാരികളിലൂടെയാണ് നമ്മൾ എന്താണ് സാഹിത്യം എന്നൊക്കെ പഠിക്കുന്നത്. അപ്പൊ അതൊക്കെ വായിച്ചിട്ട് ആ രീതിയിലൊക്കെ നമ്മൾ കഥകളും ഈ കവിതകളൊക്കെ എഴുതാൻ ശ്രമിച്ചിട്ടുണ്ട്. തുടക്കം അങ്ങനെയാണ്, നമ്മുടെ എഴുത്തിന്റെ തുടക്കം അങ്ങനെയാണ്. പിന്നീട് കാലങ്ങൾക്ക് ശേഷം നമ്മൾ മറ്റുള്ള മുതിർന്നതാവുന്നു, നമ്മൾ വായനശാല ലൈബ്രറികളിൽ പോകുന്നു, അവിടെ സീരിയസ് പുസ്തകങ്ങൾ വായിക്കുന്നു. ഈ ഒരു തുടർച്ചയുടെ ഭാഗമായിട്ട് നമ്മൾ സ്വാഭാവികമായിട്ട് കവിത എഴുതുന്നു. ഈ കവിത നമ്മൾ പ്രസിദ്ധീകരിക്കാൻ അയച്ചു കൊടുക്കുന്നു. പ്രസിദ്ധീകരിച്ച് വരുമ്പോൾ നമുക്കുണ്ടാവുന്ന ഇത് എനിക്ക് പറ്റുന്ന ഒരു മാധ്യമമാണ് കവിത എന്നുള്ള ഒരു ഉറപ്പ് നമുക്ക് കിട്ടുമ്പോഴാണ് നമ്മൾ ഈ കവിതയിൽ തന്നെ നിൽക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നമുക്ക് വേറെ മുൻകൂട്ടിയുള്ള ഒരു അങ്ങനെ ഒരു സാധ്യത നമുക്ക് കവിതയിൽ ഉണ്ടാകുന്നില്ല. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് പ്രസിദ്ധീകരിച്ചു വന്ന ആദ്യത്തെ കവിത പ്രസിദ്ധീകരിച്ച് വന്നത് എനിക്ക് തോന്നുന്നത് അതൊക്കെ നമ്മൾ വേറെ പേരുകളിലേക്കാണ് അന്ന് അയച്ചു കൊടുക്കുക. അന്ന് കലാലയം, മാതൃഭൂമിക്ക് കലാലയം പേജുണ്ട്, ദേശാഭിമാനി പത്രത്തിന് അതുപോലെ തന്നെ ക്യാമ്പസ് പേജോ അങ്ങനെയൊക്കെ ഉണ്ട്. അതിൽ ഞാൻ രാജേഷ് എന്ന പേര് വെച്ചിട്ട്
സംസ്കൃത കോളേജ് പട്ടാമ്പി എന്നൊക്കെ PG MA മലയാളം വിദ്യാർത്ഥി എന്നൊക്കെ പറഞ്ഞിട്ട് അയച്ചു കൊടുക്കും. അപ്പൊ പ്രസിദ്ധീകരിക്കാൻ അയച്ചു കൊടുത്താൽ മതി. അന്ന് പ്രസിദ്ധീകരിക്കും. അപ്പൊ തുടക്കക്കാർക്ക് കലാലയം പേജാണ്. ഞാനന്ന് പണിക്ക് പോണ കാലമാണ്. എന്നിട്ട് അത് പ്രസിദ്ധീകരിച്ച് എന്ത് വരുമ്പോൾ പണിക്കായിരുന്നു? നമ്മൾ മരപ്പണിക്കാർ, കുലത്തൊഴിലായിട്ടുള്ള പാരമ്പര്യ മരപ്പണി എടുക്കുന്ന ഒരു കുടുംബത്തിലാണ്. അത് ഒരു 9ാം ക്ലാസ് മുതൽ തന്നെ അമ്മമാരുടെ കൂടെ ഒക്കെ പണിക്ക് പോയിട്ട് അങ്ങനെ ജീവിതത്തിന്റെ മറ്റു പ്രശ്നങ്ങൾ കാരണം നമ്മൾ അതിലേക്ക് ഇറങ്ങി തിരിക്കുകയും പിന്നെ അത് തന്നെ ജീവിതോപാധിയായിട്ട് 22 വർഷത്തോളം മുഴുവൻ സമയം പണിക്കാരനായിട്ട് ജീവിച്ചിട്ടുണ്ട്. അതിന്റെ പണിയുടെ കോൺട്രാക്ടറായി ജീവിച്ചിട്ടുണ്ട് കുറെ കാലം. നമുക്ക് പണിക്കാരുണ്ടായിരുന്നു. അപ്പൊ തുടക്കം ഇങ്ങനെയാണ്. ഈ മാതൃഭൂമി പത്രത്തിന്റെ ഒക്കെ കലാലയം പേജിൽ നമ്മൾ വേറെ അഡ്രസ്സിൽ, വേറെ കോളേജിന്റെ അഡ്രസ്സിൽ അയച്ചു കൊടുക്കുന്നു. അത് പ്രസിദ്ധീകരിച്ചു വരുന്നു. അപ്പൊ നമുക്ക് മനസ്സിലായി നമുക്കും പറ്റുന്ന ഒരു മാധ്യമമാണ് കവിത എന്ന്. ആ തിരിച്ചറിവിലാണ് അതിൽ തന്നെ നിൽക്കാൻ ഒരു ധൈര്യം തോന്നുന്നു. പ്രസിദ്ധീകരിച്ച് കയ്യിൽ സൂക്ഷിച്ചിട്ടുണ്ടോ? ഇല്ല, അതൊക്കെ എത്രയോ 10-25 വർഷമായി. അതൊക്കെ എവിടെയോ നമ്മുടെ കൈമോശം വന്നു പോയി. ചെറിയ ചെറിയ കവിതകളൊക്കെ. ഇപ്പൊ തൊഴിൽ മേഖലയിലുണ്ടോ? തൊഴിൽ മേഖല ചെയ്തു വന്നിരുന്ന ഒരു മേഖലയിൽ ഇപ്പം പോകുന്നുണ്ടോ? ഇല്ല. ഞാൻ 9 വർഷമായിട്ട് എന്റെ മമ്പണി എന്നുള്ള പുസ്തകം ഇറങ്ങിയതിനു ശേഷം ഞാൻ തൊഴിൽ നമ്മൾ പരിചയപ്പെടുന്നത് സമയത്താണ്. ആ മമ്പണി 1000 കോപ്പി ഞാൻ അച്ചടിച്ചാണ്. അതിന് 200 രൂപ വിലയുള്ള മമ്പണി പ്രസിദ്ധീകരിച്ചതിന് ശേഷം ഞാൻ പതുക്കെ അതിന്റെ വിൽപ്പന ഞാൻ തന്നെ ഏറ്റെടുത്തു. എനിക്ക് പല സ്ഥലങ്ങളിലേക്കും യാത്ര ചെയ്യാൻ പറ്റും. പല ഓഫീസുകളിലും പോകണം, സ്കൂളുകളിൽ പോകണം, വായനക്കാരെ നേരിട്ട് ചെന്ന് കാണുന്നു. അങ്ങനെ 4-5 പുസ്തകം ദിവസം വിൽക്കുമ്പോൾ നമുക്ക് ഇവിടെ പിടിച്ച് കവിത കൊണ്ടും വേണമെങ്കിൽ നമുക്ക് തൽക്കാലം അതുകൊണ്ട് ജീവിക്കല്ല, തൽക്കാലം പിടിച്ചു നിൽക്കാം. അതിന് സപ്പോർട്ടഡായിട്ട് നമ്മുടെ ഭാര്യ കൂടെ ഉള്ളത് കൊണ്ട് നമുക്ക് നിൽക്കാൻ പറ്റിയതാണ്. പലർക്കും പല പ്രശ്നങ്ങളായതുകൊണ്ട് നിൽക്കാൻ പറ്റില്ല. പക്ഷെ എനിക്ക് ഇങ്ങനെ അത് പണിയെടുക്കാതെ തന്നെ ഈ സാഹിത്യ രംഗത്തും സിനിമ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് നിൽക്കാൻ പറ്റി. അന്ന് ഒരു വേറെ വരുമാനം കണ്ടെത്തിയിട്ടല്ല, പക്ഷെ നിൽക്കാൻ പറ്റുന്നുണ്ട്.